നമസ്കാരം. പ്രധാന വാർത്തകൾ. വെള്ളിനേഴി ഇനി പൈതൃക ഗ്രാമം. കലാസാംസ്കാരിക പാരമ്പര്യം പരിഗണിച്ച് സാംസ്കാരിക വകുപ്പ് തെരഞ്ഞെടുത്ത 20 പൈതൃക ഗ്രാമങ്ങളിൽ വെള്ളിനേഴിയും ഇടം നേടി. വെള്ളിനേഴിയെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനും പദ്ധതി. മണ്ണാർക്കാട്ട് മലയോര മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ഇറങ്ങിയ പുലി കരടിയോട്ടിൽ ആടിനെ ആക്രമിച്ചു. പേടിയോടെ ആളുകൾ. വെള്ളം കിട്ടാത്തത് മൂലം ചെർപ്പളശ്ശേരി ആലുംപാറയിൽ 2ാം വിള ഇറക്കിയ നെൽകർഷകർ ദുരിതത്തിൽ. ആലുംപാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ മോട്ടോർ തകരാർ പരിഹരിക്കണമെന്ന് കർഷകർ. വെള്ളം കിട്ടിയില്ലെങ്കിൽ കൃഷി ഉണങ്ങുമെന്ന ആശങ്ക. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കരയിൽ വരുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. ബഹുജന കൺവെൻഷൻ ചേർന്നു. പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടയിലും മേള മികച്ചതാക്കി സംഘാടകർ. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളിനേഴി ഇനി പൈതൃക ഗ്രാമം. വെള്ളിനേഴിയുടെ കലാസാംസ്കാരിക പാരമ്പര്യം പരിഗണിച്ച് കേരള സാംസ്കാരിക വകുപ്പ് തിരഞ്ഞെടുത്ത 20 പൈതൃക ഗ്രാമങ്ങളിൽ വെള്ളിനേഴിയും ഇടം പിടിച്ചു. പദ്ധതിയിലൂടെ വെള്ളിനേഴിയെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി ഉടൻ ടൂറിസ്റ്റ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. വെള്ളിനേഴിയുടെ കലാ സാംസ്കാരിക പെരുമയ്ക്ക് സർക്കാരിൻ്റെ അംഗീകാരം. കേരള സാംസ്കാരിക വകുപ്പ് തിരഞ്ഞെടുത്ത 20 പൈതൃക ഗ്രാമങ്ങളിലൊന്നായി വെള്ളിനേഴിയും ഇടം പിടിച്ചു. വെള്ളിനേഴിയുടെ തനതായ കലാസംസ്കൃതിയെ വരും തലമുറയിലേക്ക് കൂടി കൈമാറാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കഥകളി, കളമെഴുത്ത്, ശാസ്ത്രീയ സംഗീതം, ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ശാസ്ത്രീയ നൃത്തം, ചിത്രകല, ശില്പകല, പൊറാട്ടുകളി, നന്തുണിപ്പാട്ട്, പുള്ളുവൻപാട്ട്, പരിചമുട്ടുകളി, തുയിലുണർത്തുപാട്ട്, കൈകൊട്ടിക്കളി, പുരുഷന്മാരുടെ കൈകൊട്ടിക്കളി, പാന, പൂതൻതിറ, പാണൻഭൂതം, പറയൻഭൂതം, മാരിയമ്മൻ പാട്ട്, അയ്യപ്പൻ പാട്ട്, അയ്യപ്പൻ വിളക്ക് എന്നിങ്ങനെ 32 കലകളുടെ കലവറയാണ് വെള്ളിനേഴി. വെള്ളിനേഴി ഒളപ്പമണ്ണമന കഥകളിയുടെ ഉദ്ഭവത്തിൻ്റെയും വളർച്ചയുടെയും ചരിത്ര സ്മാരകമാണ്. കല്ലുവഴി ചിട്ടയുടെ പ്രണോത്താവും പ്രയോക്താവുമായ പട്ടിക്കാന്തൊടി രാവുണ്ണിമേനോന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാനുള്ള നടപടികൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കലാഗ്രാമം സാംസ്കാരിക സമുച്ചയം നിർമ്മാണം പുരോഗമിക്കുന്നു. കൾച്ചറൽ ഹാൾ, ആർട്ട് ഗാലറി, മ്യൂസിയം, കളരികൾ എന്നിങ്ങനെ സമുച്ചയത്തിൽ ലക്ഷ്യമിടുന്നു. കഥകളിക്കോപ്പ് നിർമ്മാണം, അടയ്ക്കാപ്പത്തൂർ ലോഹക്കണ്ണാടി, അടയ്ക്കാപ്പത്തൂർ ശില്പകല, വള്ളുവനാടൻ കാള നിർമ്മാണം, പൂതൻതിറ കോപ്പ് നിർമ്മാണം എന്നിവ വെള്ളിനേഴി കലാഗ്രാമത്തിൻ്റെ പൈതൃകമാണ്. ഇതെല്ലാം ടൂറിസം രംഗത്തും വലിയ സാധ്യതകൾ വെള്ളിനേഴിക്ക് നൽകുന്നു. കുറ്റാനശ്ശേരി മുതലമൂർക്കൻകടവ് തൂക്കുപാലവും ബോട്ടിങ്ങും, കുളക്കാടൻമല ഹരിത ഉദ്യാനം, ഒളപ്പമണ്ണമന, അടയ്ക്കാപ്പത്തൂർ ലോഹക്കണ്ണാടി, ശില്പകല, പൂതൻതിറ കോപ്പ് നിർമ്മാണ കേന്ദ്രം, കാള നിർമ്മാണം, തിരുവാഴിയോടൻ വെറ്റില കൃഷി, തൂതപ്പുഴ സാംസ്കാരിക സമുച്ചയം, പട്ടിക്കാന്തൊടി സ്മാരകം, പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായർ ഭവനം, പത്മശ്രീ കീഴ്പ്പടം കുമാരൻ നായർ ഭവനം, കലാമണ്ഡലം നാണുനായർ ഭവനം, കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പ് ഭവനം, കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാൾ ഭവനം, സുബ്രഹ്മണ്യ ഭാഗവതർ ഭവനം, കഥകളി മ്യൂസിയം, കഥകളി കോപ്പ് നിർമ്മാണ കേന്ദ്രങ്ങൾ, കോതാവിൽ രാമൻകുട്ടി ഭവനം, പൂന്തോട്ടം ആയുർവേദ ആശ്രമം എന്നിവയെല്ലാം ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയുന്ന സാധ്യതകളാണ്. ഇതിനെല്ലാം പുറമെ മലയാള സിനിമയുടെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് വെള്ളിനേഴിയിലെ മനകളും ഗ്രാമീണ പശ്ചാത്തലവും. ഇക്കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാമുള്ള പ്രാഥമിക പ്രൊജക്റ്റ് ചർച്ച വടകരയിലെ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള സർഗാലയ ഹെറിറ്റേജ് വില്ലേജിൽ വെച്ച് നടന്നു. നവംബർ 30-നകം പഞ്ചായത്ത് തല ശില്പശാല നടത്താനും തീരുമാനമായി. വെള്ളിനേഴിയുടെ ടൂറിസ്റ്റ് മാസ്റ്റർ പ്ലാൻ ഉടൻ തയ്യാറാക്കാനും തീരുമാനിച്ചു. വെള്ളിനേഴിയിലെ കലാകാരന്മാരെ മാസ്റ്റർ ട്രെയിനർമാരായി തീരുമാനിച്ച് പുതിയ തലമുറയ്ക്ക് അന്യം നിന്നു പോകുന്ന കലാപൈതൃകം കൈമാറുകയാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീധരൻ, സർഗാലയ CEO PV ഭാസ്കരൻ, പ്രൊജക്ട് ഹെഡ് റൂറൽ ആർട്ട് ഹബ്ബ് K. ചന്ദ്രൻ, പ്രദീപ്, PK ശശിധരൻ, K. രാമൻകുട്ടി മാസ്റ്റർ, KM പരമേശ്വരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. മണ്ണാർക്കാട് മലയോര മേഖലയിൽ വീണ്ടും പുലി ആക്രമണം. ശനിയാഴ്ച പകൽ 4 മണിയോടെ ഇറങ്ങിയ പുലി കരടിയോട്ടിൽ ആടിനെ ആക്രമിച്ചു. പാറപ്പുറത്ത് അലവയുടെ ആടിനെയാണ് പുലി ആക്രമിച്ചത്. മണ്ണാർക്കാട് മലയോര മേഖല പുലിയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടമംഗലം മേക്കളപ്പാറയിലും കുമരമ്പത്തൂർ പൊതുവപ്പാടത്തും പുലിയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾക്ക് പരിക്കേൽക്കുകയും 7 ആടുകളെയും 4 നായ്ക്കളെയും പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ശനിയാഴ്ച കരടിയോട്ടിൽ പാറപ്പുറത്ത് അലവിയുടെ ഒരാടിനെ പുലി ആക്രമിച്ചത്. പകൽ 4 മണിയോടെ തീറ്റയ്ക്കായി വീടിന് മുന്നിലെ റബ്ബർ തോട്ടത്തിൽ വിട്ട ആടുകളിൽ ഒന്നിനെയാണ് പുലി ആക്രമിച്ചതെന്ന് അലവി പറഞ്ഞു. പുലിയെ പിടിക്കുന്നതിന് കെണിയൊരുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളമില്ല. ചെർപ്പളശ്ശേരി നഗരസഭയിലെ 7-ാം വാർഡ് ആലുംപാറയിൽ 2ാം വിള ഇറക്കിയ നെൽകർഷകർ ആശങ്കയിൽ. ഈ പ്രദേശത്തെ കർഷകർ ആശ്രയിക്കുന്ന ആലുംപാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നും വെള്ളം ലഭിക്കാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. 40ഓളം വരുന്ന കർഷകരാണ് ഇവിടെ 2ാം വിള ഇറക്കിയിട്ടുള്ളത്. പ്രളയ ദുരന്തത്തിന് ശേഷം തങ്ങൾക്ക് നേരിട്ട വലിയ നഷ്ടത്തിൽ നിന്ന് കുറച്ചെങ്കിലും കരകയറാനാണ് ചെർപ്പളശ്ശേരി നഗരസഭയിലെ 7-ാം വാർഡിൽ ഉൾപ്പെട്ട ആലുംപാറയിലെ കർഷകർ 2ാം വിള ഇറക്കിയത്. ഇതാണ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത്. പ്രളയക്കെടുതിക്ക് ശേഷം ഈ പ്രദേശത്തെ കർഷകർക്ക് ഏക ആശ്രയമായ ആലുംപാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ മോട്ടോർ തകരാറിലായതാണ് പ്രശ്നത്തിന് കാരണം. ഇതോടെ ഇളന്തുരുത്തി പാടശേഖരത്തെ 40-ലധികം വരുന്ന കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. നവംബർ മാസമായപ്പോഴേക്കും വരൾച്ച നേരിടുന്ന ഈ ഭാഗങ്ങളിൽ കൃഷിക്കാവശ്യമായി സ്വന്തം ചിലവിൽ അടുത്തുള്ള ചെറു ജലസ്രോതസ്സുകൾ വഴിയാണ് കർഷകർ ഇപ്പോൾ വെള്ളം ശേഖരിക്കുന്നത്. ഇതും എത്ര കാലത്തേക്ക് ലഭിക്കുമെന്നറിയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കാണിച്ച് 3-ലധികം തവണ കർഷകർ നഗരസഭ കയറിയിറങ്ങിയതല്ലാതെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല. ഫണ്ട് അനുവദിക്കുന്നതിലെ സാങ്കേതിക തടസ്സം പറഞ്ഞാണ് നഗരസഭാ അധികൃതർ കർഷകരെ തിരിച്ചയച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ 2ാം വിളയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മോട്ടർ പ്രളയക്കെടുതിയിൽ മോട്ടർ വെള്ളത്തിൽ മുങ്ങി. അത് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് നേരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേവരെ അതിന് ഒരു ഇതും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കർഷകർ ഇനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ട് വിവരം കിട്ടിയിട്ട് വേണം എന്താ വേണ്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൃഷിക്കാരെ കയ്യിൽ നിന്ന് കാശെടുത്ത് ചെയ്യാൻ പറ്റിച്ച ഫണ്ട് ഇതിൽ മുനിസിപ്പാലിറ്റി അത് കിട്ടില്ല, ലാപ്സാവും. അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കൃഷിക്കാർ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കൃഷിക്കാർ ഇപ്പോൾ കരാറും കണ്ടില്ലേ, ഇത് വെള്ളമടിച്ച് മണ്ണെണ്ണ മോട്ടർ അടിച്ചിട്ട് കൃഷിയെ സംരക്ഷിക്കുകയാണ്. ഇത് ഞങ്ങൾ 40 പേരോളം ഉണ്ട്, 36-40 ഉള്ളിൽ കർഷകരുണ്ട്. ഇതേ പ്രശ്നം നഗരസഭയിലെ പല പാടശേഖരങ്ങളിലും നേരിടുന്നുണ്ട്. നഗരസഭയിലെ കാർഷിക മേഖല ആശ്രയിക്കുന്ന പല ജലസേചന പദ്ധതികളിലും മോട്ടോർ തകരാറിലായതുമൂലം വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഇതുകാരണം നെൽകൃഷി ഉപേക്ഷിച്ച് കർഷകർ മറ്റു പല കൃഷിയിലേക്കും വഴിമാറുന്നതായും ഭൂമി തരം മാറ്റുന്നതായുമുള്ള ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. നെല്ല്, വാഴ, പൂള തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർ മറ്റു മേഖലകളിലേക്ക് വഴിമാറിപ്പോകുന്നത് കുറ്റം പറയാനും സാധിക്കില്ല. വെള്ളം ലഭിച്ചാലല്ലേ കൃഷി ഇറക്കാൻ കഴിയൂ. ബാദുഷാ നെല്ലായ, ഡെൻസിറ്റി ന്യൂസ്. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കരയിലെ നിർദ്ദിഷ്ട കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. കളത്തിലക്കരയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ ചേർന്നു. സ്വകാര്യ വ്യക്തികളുടെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കരയിൽ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. പ്ലാന്റ് തുടങ്ങുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ കളത്തിലക്കരയിൽ ബഹുജന കൺവെൻഷൻ ചേർന്നു. പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ലെന്ന് സമരസമിതി കൺവെൻഷൻ പ്രഖ്യാപിച്ചു. ശങ്കരനാരായണൻ എന്ന ഉണ്ണിയുടെ അധ്യക്ഷതയിലാണ് കൺവെൻഷൻ ചേർന്നത്. നഗരസഭാ കൗൺസിലർമാരായ പത്തത്ത് ആരിഫ്, സുരേഷ് കടവത്ത്, എ നസീറ, അൻവർ കളത്തിൽ, DCC സെക്രട്ടറി സി സുകുമാരൻ, മുസ്തഫ, ഷിഹാബ്, ഷിനോദ് ചോലക്കൽ, MK റഷീദ്, MK അസീസ്, PT ബാപ്പു, P മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. നിർദ്ദിഷ്ട കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ പ്രതിദിനം 3 മെട്രിക് ടൺ കോഴിമാലിന്യം സംസ്കരിക്കപ്പെടും എന്നാണ് പറയുന്നത്. പ്ലാന്റിൽ നിന്നും 4000 ലിറ്റർ മലിനജലം പുറന്തള്ളുമെന്നാണ് കണക്ക്. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ വറ്റുമെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നുമാണ് നാട്ടുകാരുടെ ഭീതി. പ്ലാന്റിനെതിരെ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് സമരസമിതി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവറലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് യുവജന യാത്രയുടെ ജില്ലാതല പ്രചരണ കൺവെൻഷൻ ചെർപ്പശ്ശേരിയിൽ നടന്നു. ഈ മാസം 24-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര ഡിസംബർ 10, 11 തീയതികളിലാണ് പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തുന്നത്. വർഗീയമുക്ത ഭാരതം, അക്രമരഹിത കേരളം, ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ എന്ന പ്രമേയവുമായാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനമൊട്ടാകെ യുവജനയാത്ര നടത്തുന്നത്. ഈ മാസം 24-ന് കാസർഗോഡിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ഡിസംബർ 10-ന് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും. യുവജനയാത്രയുടെ ഭാഗമായി ചെർപ്പളശ്ശേരി റോയൽ പ്ലാസയിൽ ജില്ലാതല പ്രചരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു.
ജില്ലാ ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് CA സാജിദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിൽ, മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളായ PA തങ്ങൾ, KKA അസീസ്, KTA ജബ്ബാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, റഷീദ് ആലായൻ, PT മുഹമ്മദ്, P സലാം, MS അലവി, PP അൻവർ സാദത്ത്, മാടാല മുഹമ്മദ് അലി, M ബീരൻ ഹാജി എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ തുടർന്നു. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസങ്ങളായി നടന്നു വന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. സ്റ്റേജ് തരം വിഭാഗങ്ങളിലായി 1300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാപ്പിള കലകൾ കൊണ്ടും അഭിനയ വൈഭവം കൊണ്ടും സജീവമായിരുന്നു കലാമേളയുടെ അവസാന ദിവസം. മാപ്പിളപ്പാട്ട്, അറബനമുട്ട്, ദഫ്മുട്ട്, കോൽക്കളി, വട്ടപ്പാട്ട്, ഒപ്പന, പൂരക്കളി, ചവിട്ടുനാടകം, നാടകം തുടങ്ങിയ മത്സരങ്ങൾ മേളയുടെ അവസാന ദിവസമാണ് നടന്നത്. സുലൈമാൻ മടക്കുന്നീതാ കണ്ട് ഇതു ഹക്കിനാറുള്ളതിയാതും യക്കീനായി ഇതം പോലെ കോതി പോലെ തൂതിയും അംദാൻ സ്വരിക്കുന്ന സൂചനയാഹിറക്കുന്നീതാ സഭയിൽ നടനടയായി സഭയുടെ ശകിശലായി സഭയുടെ നടനടയായി സഭയങ്കുമാശകിശലായി. ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, ഉറുദു ഗസൽ, മോണോ ആക്ട്, മിമിക്രി, ഖുറാൻ പാരായണം, ഇംഗ്ലീഷ് സ്കിറ്റ് തുടങ്ങിയ മത്സരങ്ങളും ശനിയാഴ്ചയാണ് നടന്നത്. 3 ദിവസങ്ങളിലായി നടന്ന കലാമേളയിൽ 10 ഹൈസ്കൂളിൽ നിന്നും 12 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി 1300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചെറുപ്രായത്തിൽ തന്നെ ശാസ്ത്രീയ നൃത്തത്തിൽ മികവ് തെളിയിക്കുകയും പിന്നീട് നടി മഞ്ജു വാര്യരുടെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്ത നർത്തകി പെരിന്തൽമണ്ണ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പെരിന്തൽമണ്ണ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആതിര ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുകയും ചെയ്തു. പെരിന്തൽമണ്ണ പാതായ്ക്കര മടത്തിൽ പള്ളിയാലിൽ രാജൻ ശ്രീലത ദമ്പതികളുടെ മകളായി സാധാരണ കുടുംബത്തിൽ പിറന്ന ആതിരയ്ക്ക് നൃത്തകലകളോട് ചെറുപ്രായത്തിലെ ഏറെ താൽപ്പര്യമായിരുന്നു. UP ഹൈസ്കൂൾ, സ്കൂൾ തലങ്ങളിൽ തന്നെ ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങളിൽ ആതിരയ്ക്ക് പങ്കെടുക്കാനായി. ഇപ്പോൾ പെരിന്തൽമണ്ണ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയായ ആതിര ഉപജില്ലാ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനം ലഭിച്ച സംഘനൃത്ത സംഘത്തിലെ അംഗം കൂടിയായിരുന്നു ആതിര. അങ്ങാടിപ്പുറം തരകൻ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സംസ്ഥാന കലോത്സവത്തിൽ ആതിര ആദ്യമായി പങ്കെടുത്തത്.
ഭരതനാട്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആതിരയുടെ കഴിവുകൾ നടി മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞു. കലാപരമായ കഴിവും എന്നാൽ സാമ്പത്തികമായി പിന്നോക്കവും നിൽക്കുന്ന ആതിരയെ മഞ്ജു വാര്യർക്ക് പരിചയപ്പെടുത്തിയത് മാതൃഭൂമിയാണ്. ഇതിൽ മാതൃഭൂമി പെരിന്തൽമണ്ണ ലേഖകൻ അനൂപ് പത്മനാഭൻ്റെ പങ്ക് എടുത്തു പറയണം. ആതിരയെ അറിഞ്ഞതു മുതൽ മഞ്ജു വാര്യരുടെ പ്രോത്സാഹനവും നൃത്തം അഭ്യസിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനുമുള്ള സാമ്പത്തിക സഹായവും ആതിരയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആതിരയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽ കൈമാറാൻ മഞ്ജു വാര്യർ 2013 പെരിന്തൽമണ്ണയിൽ നേരിട്ടെത്തിയിരുന്നു. പ്രമോദ് തൃപ്പനച്ചിയുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചാണ് താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആതിര എത്തിയത്. അധ്യാപകരായ ദേവിക, ഷിബു എന്നിവരുടെയും രക്ഷിതാക്കളുടെയും പ്രോത്സാഹനമാണ് ഈ കലാകാരിയെ മുന്നോട്ട് നയിക്കുന്നത്. ദേവിക ടീച്ചറാണ് എൻ്റെ ഇതിനൊക്കെ എപ്പോഴും കൂടെ നിൽക്കുന്നത്. എൻ്റെ ടീച്ചറെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന ദേവിക ടീച്ചറായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവണം. മഞ്ജു ചേച്ചിയായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് ഈ വേളയിൽ. എന്താ ഒരു വലിയ ദക്ഷിണയായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രമോദ് മാഷാണ് എൻ്റെ ഗുരു നൃത്തത്തിൻ്റെ. പിന്നെ ദേവിക ടീച്ചർ, അമ്മ, അച്ഛൻ, പിന്നെ സർവേശ്വരനോടൊക്കെ നന്ദി പറയുന്നു അവസരത്തിൽ. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് വ്യക്തിഗത ഇനത്തിൽ നൽകിയത് 600 ട്രോഫികൾ. 88 ഓവറോൾ ട്രോഫികൾക്ക് പുറമെയാണ് വ്യക്തിഗത ട്രോഫികൾ നൽകിയത്. പ്രളയക്കെടുതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ കലോത്സവത്തിൻ്റെ ചിലവ് ചുരുക്കണമെന്നും വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യേണ്ടതില്ലെന്നും സർട്ടിഫിക്കറ്റുകൾ മാത്രം നൽകിയാൽ മതിയെന്നും DPI നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവ സംഘാടകരും അധ്യാപകരും ഒന്നിച്ചിറങ്ങി 600 വ്യക്തിഗത ട്രോഫികൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തുകയായിരുന്നു. ഇക്കാര്യത്തിൽ ആർക്കും ഒരു ബാധ്യത സംഘാടകർ വരുത്തിയില്ല. 88 ഓവറോൾ റോളിംഗ് ട്രോഫികൾക്ക് പുറമെയാണ് 600 വ്യക്തിഗത ട്രോഫികൾ വിജയികൾക്ക് നൽകിയത്. ട്രോഫി കമ്മിറ്റി കൺവീനർ ഗീത P. സേവ്യർ, ജോയിൻറ്റ് കൺവീനർ തോമസ് ജോർജ്, P. ബുഷറ, ശുഭരത്നം, P. അനിത, K. ജയശ്രീ, K. ബാലകൃഷ്ണൻ, PR സിന്ധു എന്നിവരുടെ നേതൃത്വത്തിൽ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ട്രോഫി കൂടിയായപ്പോൾ വിജയികൾക്ക് വലിയ പ്രോത്സാഹനമായി. മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന CH മുഹമ്മദ് കോയയെ ചെർപ്പളശ്ശേരിയിൽ അനുസ്മരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന CH മുഹമ്മദ് കോയയുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. CH നടന്നു നീങ്ങിയ നാൾവഴികൾ യുവതലയ്ക്ക് മാതൃകയായിരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. യോഗം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മൂല്യങ്ങൾ കാണാത്ത ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് മാതൃകയാണ് CH എന്ന ഉദ്ഘാടന പ്രഭാഷണത്തിൽ മരക്കാർ മാരായമംഗലം പറഞ്ഞു. ഏത് തമ്പുരാന്റെ മുന്നിലും വെട്ടിത്തുറന്നു പറയാൻ അതേത് വേദിയാണ് എന്ന് നോക്കാതെ മരിക്കുന്നത് വരെ ആ നയം സ്വീകരിച്ച വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ് മഹാനായ CH. മഹാനായ CHനെ സംബന്ധിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പഠിക്കേണ്ടവർ 50 വയസ്സായവരല്ല, 55 വയസ്സായവരല്ല, 60 വയസ്സായവരല്ല. പഠിക്കേണ്ടവർ 25ഉം 30ഉം വയസ്സായ ആളുകളാണ്. മുസ്ലിം ലീഗ് നേതാവും പ്രമുഖ പ്രാസംഗികനുമായ ഷാഫി ചാലിയം CH അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് M. ബീരാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK യാസീസ്, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PP അൻവർ സാദത്ത്, മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലർ CK കുഞ്ഞാലൻ, നേതാക്കളായ കണക്കനാത്ത് മുഹമ്മദ്, മാടാല മുഹമ്മദ് അലി, P. ബീരാൻ ഹാജി, ഇക്ബാൽ ദുറാനി, മുഹമ്മദ് മാസ്റ്റർ, അംസത്ത് മാടാല, മുഹമ്മദ് അലി തളവറ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ കൂടിയ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ KSB തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാഥമിക തലങ്ങളിലെ ആശുപത്രികളിൽ സാധാരണയായി ഓക്സിജൻ സിലിണ്ടറുകൾ രോഗിയുടെ അരികിലേക്ക് എത്തിക്കുകയാണ് പതിവ്. സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനമായതോടെ സിലിണ്ടറുകൾ ഒഴിവാക്കിക്കൊണ്ട് രോഗികളുടെ കട്ടിലിനരികിലേക്ക് ആവശ്യാനുസരണം മെഡിക്കൽ ഓക്സിജൻ എത്തിക്കാൻ കഴിയും. സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനത്തോടൊപ്പം തന്നെ നൈട്രസ് ഓക്സൈഡ്, സക്ഷൻ പ്ലാന്റ് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭയുടെ 2018-2019 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 ലക്ഷത്തോളം രൂപ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നഗരസഭാ ചെയർമാൻ KSB തങ്ങൾ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ AK അക്ബർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ KVA ജബ്ബാർ, K ബഷീർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ, നഴ്സിംഗ് സൂപ്രണ്ട് ഗീതാബായ് തുടങ്ങിയവർ പങ്കെടുത്തു.
അമ്പംകുന്ന് കോയക്ക ഫണ്ടിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. മന്ത്രി കെ.ടി. ജലീൽ പാലത്തിന്റെ ഉദ്ഘാടനവും തുടർന്ന് നടക്കുന്ന മിലാദ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മണ്ണാർക്കാട് അമ്പംകുന്ന് കോയാക്ക ഫണ്ടിന്റെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ സ്വന്തം ചെലവിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനവും മിലാദ് കോൺഫറൻസുമാണ് ഞായറാഴ്ച വൈകിട്ട് 6-ന് നടക്കുക. പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ.ടി. ജലീൽ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന മിലാദ് കോൺഫറൻസിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എൻ ഷംസുദ്ദീൻ എം.എൽ.എ. അധ്യക്ഷനാവുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒരുപാട് പ്രയാസം സൃഷ്ടിച്ചിരുന്ന ഇടുങ്ങിയ കനാൽ റോഡിൽ നിന്നും ഒരു മോചനം ലഭിച്ച് എത്ര വലിയ വാഹനവും കടന്നു പോകുന്ന രൂപത്തിലുള്ള ഒരു സൗകര്യം ഇതോടെ അവിടെ ലഭ്യമാവുകയാണ്. ഈ പാലത്തിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നാളെ വൈകിട്ട് 6 മണിക്ക് ബഹുമാന്യനായ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ഡോക്ടർ കെ.ടി. ജലീൽ നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് എം.എൽ.എ. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പ്രസ്തുത ഉദ്ഘാടന സംഗമത്തിലും പൊതുസമ്മേളനത്തിലും മതസാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ തലങ്ങളിൽ നിന്നുള്ള നിരവധി വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുകയാണ്. ഭാരവാഹികളായ മുബാറക് അമ്പംകുന്ന്, മുജീബ് അമ്പംകുന്ന്, നൂറുദ്ദീൻ അമ്പംകുന്ന്, റബിയത്ത് സഖാവി മണ്ണാർക്കാട്, സൈഫുദ്ദീൻ അമ്പംകുന്ന് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെർപ്പളശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്കും NSS വിദ്യാർത്ഥികൾക്കുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ. അബ്ദുൾ അഷ്റഫ്, എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ പി. രാധാകൃഷ്ണൻ എന്നിവർ ക്ലാസ് നയിച്ചു. പരിപാടിയിൽ അധ്യാപകരായ ഉഷാരത്നം, രുക്മണി, ലിസി, അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. എന്തിനാണ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഞങ്ങളോട് പറയുന്നത്? ഉപയോഗിച്ച് ശീലിച്ചവരെ അവരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് തിരുത്തി കൊണ്ടുവന്ന് ലഹരി മുക്തരാക്കിയാൽ പോലെ ന്യായമായ സംശയം. പക്ഷെ ഒരു കുഴപ്പമില്ല. ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു കേരളത്തിലെ പ്രമുഖ സ്വകാര്യ റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ ഗ്രീൻ ജോബ്സിന്റെ ശാഖ മണ്ണാർക്കാടും പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ MK സുബൈദ നിർവഹിച്ചു. കേരളത്തിലെ പ്രമുഖ സ്വകാര്യ റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ ഗ്രീൻ ജോബ്സിന്റെ ഫ്രാഞ്ചൈസി മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് എതിർവശത്തായി പ്രവർത്തനം തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ MK സുബൈദയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ തൊഴിൽമേളയിൽ 20 കമ്പനികൾ പങ്കെടുത്തിരുന്നു. തൊഴിൽമേളയിൽ മണ്ണാർക്കാട് ഫ്രാഞ്ചൈസി ഡയറക്ടർ മൊയ്തു, ഗ്രീൻ ജോബ്സ് ജനറൽ മാനേജർ സുബർണ, HR മാനേജർ ഗീതു, ഹെഡ് ഓഫീസ് മാനേജർ ഫർഷീന, ഫിനാൻസ് മാനേജർ അമീർ റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തി 2020ഓടെ 1 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും അതിന്റെ ഭാഗമായി കേരളത്തിൽ 100 ബ്രാഞ്ചുകൾ തുടങ്ങുമെന്നും ഗ്രീൻ ജോബ് MD മുഹമ്മദ് അലി കെ ഷാനു പറഞ്ഞു. സ്വകാര്യ തൊഴിൽ മേഖലകളിലെ തൊഴിലവസരങ്ങൾ കണ്ടെത്തി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഗ്രീൻ ജോബ്സ് എന്ന സ്ഥാപനം. ഇത് 2010 പെരിന്തൽമണ്ണയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ കേരളത്തിലുടനീളം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഗ്രീൻ ജോബ്സിൻ്റെ ഫ്രാഞ്ചൈസികൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് മണ്ണാർക്കാട് ഫ്രാഞ്ചൈസി ബോർഡ് ആരംഭിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്താനും ജോലി ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് ജോലിക്കാരെ കണ്ടെത്താനും വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് ഞങ്ങൾ ഗ്രീൻ ജോബ്സിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2020ഓടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 100ഓളം ഫ്രാഞ്ചൈസികൾ ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ശനിയാഴ്ച നടന്ന തൊഴിൽമേളയിൽ 300ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ലൈവ് ഇന്റർവ്യൂവിലൂടെ 100-ൽ പരം പേർക്ക് സെലക്ഷൻ കിട്ടിയതായി മണ്ണാർക്കാട് ബ്രാഞ്ച് മാനേജർ റംസിയ പറഞ്ഞു. ഞായറൊഴികെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഓഫീസ് പ്രവർത്തിക്കും. ജോലിക്കും ജോലിക്കാർക്കും ഇനി ഗ്രീൻ ജോബ്സിനെ ബന്ധപ്പെടാം.
അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള മൊബൈൽ ഫോൺ സർവീസിംഗുമായി ചെർപ്പശ്ശേരി മൊബൈൽ സെഡ്. ലഭ്യമായ ഏറ്റവും പുതിയ മെഷീനറീസാണ് മൊബൈൽ സെഡിൽ സർവീസിംഗിനായി ഒരുക്കിയിരിക്കുന്നത്. സ്റ്റോറേജ് കുറഞ്ഞ ഐഫോണുകൾക്ക് 128 GB വരെ സ്റ്റോറേജ് കൂട്ടി നൽകുന്നതിനുള്ള സംവിധാനവും മൊബൈൽ സെഡിൽ ഉണ്ട്. മൊബൈൽ ഫോൺ കേടുവന്നാൽ പലർക്കും പേടിയാണ്. എവിടെയാണ് ഇത് കൃത്യമായി സർവീസ് ചെയ്യുക എന്നതുതന്നെയാണ് പ്രധാന പ്രശ്നം. പലരും എറണാകുളത്തും ബാംഗ്ലൂരുമൊക്കെ പോയാണ് വില കൂടിയ മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ചെർപ്പശ്ശേരിയിൽ തന്നെ ഏത് വില കൂടിയ ഫോണും സർവീസ് ചെയ്യും. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മൊബൈൽ സെഡ് ഷോറൂമിലാണ് അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള മൊബൈൽ സർവീസിംഗ് തുടങ്ങിയിരിക്കുന്നത്. ഇതിനായി ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും പുതിയ രീതിയിലുള്ള മെഷീനറീസാണ് മൊബൈൽ സെഡിൽ ഉള്ളത്. ഇത്രയും ടെക്നോളജിയോടെയുള്ള ഒരു മൊബൈൽ ഫോൺ സർവീസ് സെന്റർ ജില്ലയിൽ തന്നെ ഇത് ആദ്യമാണെന്നും ഉടമകൾ പറയുന്നു. ആധുനിക രീതിയിലുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സർവീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാവിധ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയുള്ള മെഷീൻസും നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ചെർപ്പശ്ശേരി ഭാഗത്തുള്ള ആളുകളൊക്കെ എറണാകുളം അങ്ങനെ ബാംഗ്ലൂർ അങ്ങനെയുള്ള ഭാഗത്താണ് ഇത് സർവീസ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിലുള്ള സർവീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാനും ഇങ്ങനെ ഒരു ഷോപ്പ് വിപുലീകരിക്കാനും വേണ്ടി ഞങ്ങൾ തയ്യാറായത്. ഒരുപാട് ഫോണുകൾ ശരിയാക്കാൻ കഴിയാതെ കസ്റ്റമർ വെറുതെ വീട്ടിൽ വെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇന്ന്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാൻ വേണ്ടി ഇവിടെ എല്ലാവിധ ടെക്നോളജികളും ഒരു ഫോണിൻ്റെ മാക്സിമം എത്രത്തോളം അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഐഫോണിനൊക്കെ പ്രത്യേക സർവീസാണ്. ഐഫോണുകൾക്ക് മാത്രമായി പ്രത്യേക സർവീസിംഗാണ് മൊബൈൽ സെഡിൽ ഉള്ളത്. സ്റ്റോറേജ് കുറഞ്ഞ ഐഫോണുകൾ 128 GB വരെ സ്റ്റോറേജാക്കി നൽകുന്നതിനുള്ള സംവിധാനവും മൊബൈൽ സെഡിലുണ്ട്. വിദേശങ്ങളിൽ ഉൾപ്പെടെ ജോലി ചെയ്ത പരിചയമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനവും മൊബൈൽ സെഡിന്റെ പ്രത്യേകതയാണ്. ഏത് ഫോണുകളും മണിക്കൂറുകൾക്കുള്ളിൽ സർവീസ് ചെയ്ത് നൽകുമെന്നും ഉടമകൾ പറഞ്ഞു. ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ രീതിയിലുള്ള എക്യുപ്മെൻസാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒന്നിത് ഡിജിറ്റൽ ബ്രോവറാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ എല്ലാ സർവീസ് സെൻ്ററുകളിലും ബ്രോവർ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഐസിയോ കാര്യങ്ങളൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കെല്ലാം ഉരുകിപ്പോവും. തൊട്ടപ്പുറത്തുള്ള പ്ലാസ്റ്റിക്കെല്ലാം ഉരുകിപ്പോവും. നമുക്ക് ഇതെടുത്തിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോഴും തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും കംപ്ലയിൻറ്റോ ഡാമേജോ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഏറ്റവും പുതിയ ടെക്നോളജിയാണ് ഇത്. പിന്നെ ഇതേമാതിരി തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മൊബൈലിനകത്തുള്ള വരുന്ന ഇപ്പോൾ ഐഫോൺ അതുമാതിരിയുള്ള മൊബൈലെല്ലാം വരുന്ന ഏറ്റവും ചെറിയതായിട്ടുള്ള കമ്പൗണ്ടുകളാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഉപയോഗിച്ചിട്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും കാണാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി. സഫ ജ്വല്ലറി ഗ്രൂപ്പിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം, പാലക്കാട് ജില്ലകളിലുള്ള SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മഞ്ഞളാംകുഴി അലി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിൽ സ്തുത്യർഹമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് സഫ ജ്വല്ലറി ഗ്രൂപ്പ്. ഇവരുടെ നേതൃത്വത്തിലാണ് മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 7 സഫ ജ്വല്ലറികളുടെ പരിധിയിലുള്ള 43 വിദ്യാലയങ്ങളിൽ നിന്നായി SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 1283 വിദ്യാർത്ഥികളെ സ്വർണ്ണ മെഡൽ നൽകി അനുമോദിച്ചത്. കരിങ്കലത്താണി സ്വാഗത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. സഫ ഗ്രൂപ്പിൻ്റെ ഇതേപോലുള്ള പരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. വിദ്യാർത്ഥിനികളെ നല്ല മാർക്കോടുകൂടി വിജയിച്ച വിദ്യാർത്ഥിനിയെ ആദരിക്കുക എന്നുള്ള ചടങ്ങ് കഴിഞ്ഞ 10-15 വർഷമായി സഫ ഗ്രൂപ്പ് ആരംഭിച്ചിട്ട് തുടങ്ങി.
വാസ്തവത്തിൽ സഫ ഗ്രൂപ്പ് എന്നാലില്ല ചെറിയൊരു ജ്വല്ലറി, വളരെ എളിമയോടുകൂടി വളരെ ചെറിയൊരു ജ്വല്ലറി അവർ ആരംഭിച്ചത് നമ്മുടെ മേലാറ്റൂരിലാണ് 10-27 വർഷങ്ങൾക്ക് മുമ്പ്. 27 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റിക്കൊണ്ട് ഇന്ന് 7ഓളം നല്ല മനോഹരമായിട്ടുള്ള ഷോറൂമുകൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ വലിയ ഡിസൈനർ ജ്വല്ലറികളും അവർക്കുണ്ട്. ഇതൊന്നും കൂടാതെ ഏറ്റവും കൂടുതൽ ജനക നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ധാരാളം വിദ്യാർത്ഥികളെ ജ്വല്ലറി മേഖലയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ഡയറക്ടർ അബ്ദുൽ കരീം അധ്യക്ഷനായി. സഫ ഗ്രൂപ്പ് DGM KT അബ്ദുൽ മജീദ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പെട്ടമണ്ണ റീന, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OP ഷെരീഫ്, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK നാസർ, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT കമറുൽ ലൈല, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിങ്കലത്താണി യൂണിറ്റ് പ്രസിഡന്റ് PT സിദ്ദിഖ്, സെക്രട്ടറി മൊയ്തീൻകുട്ടി, വാർഡ് മെമ്പർ മൊയ്തുപ്പൂ പിലാക്കൽ, ഉണ്ണീൻ, KT ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇനി എൻ്റെ അഭിപ്രായം. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി KT ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ട പ്രക്ഷോഭത്തിലാണ് പ്രതിപക്ഷം. നേരത്തെ സമാനമായ ആരോപണം ഉയർന്നപ്പോൾ മന്ത്രി EP ജയരാജനും രാജിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജലീലിൻ്റെ രാജി ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. തീർച്ചയായും ജലീൽ മന്ത്രി സ്ഥാനം രാജിവെക്കണം. കാരണം ഇതേ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി തൻ്റെ ബന്ധുവിനെ അനധികൃതമായി ജോലി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു. അതിനേക്കാൾ വലിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം തൻ്റെ മൂത്താപ്പാൻ്റെ മകനെ, വലിയ അകന്ന ബന്ധു എന്ന് പറയുന്ന മൂത്താപ്പാൻ്റെ മകനെയാണ് അദ്ദേഹത്തെക്കാളും യോഗ്യതയുള്ള 7ഓളം അപ്ലിക്കൻ്റ് മാറ്റി നിർത്തി ഒരു അഡീഷണൽ യോഗ്യത കൂട്ടിച്ചേർത്ത് നിയമനം നടത്തിയിട്ടുള്ളത്. ഏതായാലും ഭരണഘടന ലംഘനമാണ്. തീർച്ചയായും ജലീൽ മിനിസ്റ്റർ രാജിവെക്കണം. ശക്തമായ പ്രക്ഷോഭമായി കേരളത്തിൽ നടക്കുന്നു, പ്രതിപക്ഷങ്ങൾ നടക്കുന്നു. രാജിവെക്കൽ അത്യാവശ്യമാണ്. ജലീൽ രാജിവെക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമായി മാറി. കാരണം ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ പഠിക്കുന്നത്? ജോലി ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൂലിവേലയ്ക്ക് പോകുന്ന സാഹചര്യത്തിൽ സ്വന്തം കുടുംബങ്ങളെ തെരഞ്ഞു പിടിച്ച് വീട്ടിൽ പോയി ക്ഷണിച്ചു കൊണ്ടുവന്ന് ജോലിയിൽ കുത്തിത്തിരിക്കുന്ന സമ്പ്രദായമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പിന്നെ എന്തിനാണ് നമ്മൾ പഠിക്കാൻ വിടുന്നത്? അതുകൊണ്ട് ഈ സാഹചര്യം മാറ്റിയേ പറ്റുള്ളൂ. മാത്രമല്ല KT ജലീലിനെതിരെ ഈ ഒരു കേസ് മാത്രമല്ല നിലനിൽക്കുന്നത്. പാലക്കാട് എലപ്പുള്ളിയിൽ ഒരു UD ക്ലർക്ക് തണ്ണീർത്തട നിയമത്തിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെട്ട UD ക്ലർക്കിനെ അദ്ദേഹം കൈക്കൂലി മേടിച്ചും മറ്റും വീണ്ടും തിരിച്ചു കയറ്റിയിരിക്കുകയാണ്, ജോലിയിൽ തിരിച്ചു കയറുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി അഴിമതികളും സ്വജനപക്ഷപാതമായ രാഷ്ട്രീയവും കളിക്കുന്ന മിനിസ്റ്റർ ജലീലിനെ എന്തുകൊണ്ടും സ്ഥാനത്ത് തുടരാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് കേരള ജനത ഒന്നടങ്കം പറയുന്നു. അതിനു പുറമെ CPM-നെ പോലെ കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഒരു നേതാവ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. EP ജയരാജൻ ഇതുപോലുള്ള വിഷയത്തിൽ പുറത്തായതിനു ശേഷം പാർട്ടിയെ തിരിച്ചെടുക്കുമ്പോൾ കേരള ജനത മനസ്സിലാക്കുന്നത് CPM എന്ന പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ എത്ര മന്ത്രിമാർക്ക് എത്ര വേണമെങ്കിൽ അഴിമതി നടത്താം എന്നാണ് ഈ സംഭവം വിളിച്ചത് കൊണ്ടുവരുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവും. മുസ്ലിം യൂത്ത് ലീഗ് അനാവശ്യ സമരങ്ങളിൽ നമ്മൾ അറിഞ്ഞിടത്തോളം ഇടപെടാറില്ല. ഇത്തരത്തിലുള്ള പ്രക്ഷോഭത്തിന് മുസ്ലിം യൂത്ത് ലീഗ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മിനിസ്റ്റർ രാജിവെപ്പിക്കുന്നത് വരെ തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് KT ജലീലിന് എതിരെ ആരോപണങ്ങൾ അദ്ദേഹം തീർച്ചയായും രാജിവെക്കേണ്ട ആവശ്യമാണ്. ദിവസങ്ങളോളമായി അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയാണ്. അത് ഏകദേശം സത്യമാണ്. കാരണം അനിൽ അക്കരെ എന്ന് പറയുന്ന MLA തൃശ്ശൂർ കിലയുമായി ബന്ധപ്പെട്ട് 16 ഉദ്യോഗാർത്ഥികളെ ഈ KT ജലീൽ ഇടപെട്ടുകൊണ്ട് 16 ഉദ്യോഗാർത്ഥികളെ അതിലേക്ക് അനധികൃതമായി അവരെ ജോലിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും മുമ്പ് EP ജയരാജൻ രാജിവെച്ചതുപോലെ KT ജലീലും ഈ ആരോപണ വിധേയനായ KT ജലീലും രാജിവെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. രാജിവെക്കേണ്ട പറയാൻ കാരണം അയാൾ നിരരാജിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ പേപ്പറിൽ. അങ്ങനെ നമുക്കറിയണത്. അത് ബന്ധു നിയമനം വന്നിട്ട് ജയരാജൻ രാജിവെച്ചത് വേറെ കാര്യത്തിൻ്റെ മുകളിലാണ്. ഇതിപ്പോൾ എല്ലാം ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ. പ്രധാന വാർത്തകൾ വീണ്ടും.
വെള്ളിനേഴി ഇനി പൈതൃക ഗ്രാമം. കലാസാംസ്കാരിക പാരമ്പര്യം പരിഗണിച്ച് സാംസ്കാരിക വകുപ്പ് തെരഞ്ഞെടുത്ത 20 പൈതൃക ഗ്രാമങ്ങളിൽ വെള്ളിനേഴിയും ഇടം നേടി. വെള്ളിനേഴിയെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനും പദ്ധതി. മണ്ണാർക്കാട്ട് മലയോര മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ഇറങ്ങിയ പുലി കരടിയോട്ടിൽ ആടിനെ ആക്രമിച്ചു. പേടിയോടെ ആളുകൾ. വെള്ളം കിട്ടാത്തത് മൂലം ചെർപ്പശ്ശേരി ആലുംപാറയിൽ 2ാം വിള ഇറക്കിയ നെൽകർഷകർ ദുരിതത്തിൽ. ആലുംപാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ മോട്ടോർ തകരാർ പരിഹരിക്കണമെന്ന് കർഷകർ. വെള്ളം കിട്ടിയില്ലെങ്കിൽ കൃഷി ഉണങ്ങുമെന്ന ആശങ്ക. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കരയിൽ വരുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. ബഹുജന കൺവെൻഷൻ ചേർന്നു. പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടയിലും മേള മികച്ചതാക്കി സംഘാടകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.